നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സാധാരണയായി വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എടുത്തിരിക്കുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതൊന്ന് കേൾക്കാം. വെറുതെ ഒന്ന് പാസീവായി കേട്ടാൽ മതി. കേൾക്കുമ്പോൾ നമുക്ക് അറിയാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം ഒന്ന് അങ്ങനെയാണല്ലോ എന്ന് നോട്ട് ചെയ്ത് ചിന്തിച്ചാൽ മാത്രം മതി. അല്ലാതെ എഴുതി വെക്കുക അതൊന്നിൻ്റെ ആവശ്യമില്ല. മിസ്റ്റേക്കുകളാണ് പറയുന്നത്. മോക്കോളിന് ശേഷം CRC നടപടിക്രമങ്ങൾ ചെയ്തില്ല. സാധാരണ ചെയ്യാവുന്ന ഒരു മിസ്റ്റേക്കാണ്. മോക്ക് പോൾ കഴിഞ്ഞിട്ട് CRC ക്ലോസ് റിസൾട്ട് ക്ലിയർ ബട്ടൺ അമർത്താതെ ഇരിക്കുക. മോക്ക് പോൾ പേപ്പർ സ്ലിപ്പുകൾ VVPAT-ൽ നിന്ന് മാറ്റാതിരിക്കുക. അതൊക്കെ തെറ്റുകളാണ്. വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്താൻ മറന്നു. അത് സംഭവിക്കാവുന്നതാണ്. വൈകുന്നേരം വോട്ടെടുപ്പ് 6 മണിക്ക് അവസാനിച്ചതിന് ശേഷം ക്ലോസ് ബട്ടൺ അമർത്താൻ മറന്നുപോയി. അടുത്തത് VVPAT മാത്രം മാറ്റിയ സന്ദർഭങ്ങളിൽ അനുവാദം ഇല്ലാതിരുന്നിട്ടും വീണ്ടും മോക്ക് പോൾ നടത്തി. നമുക്കറിയാം VVPAT മാത്രം മാറ്റുന്ന സന്ദർഭങ്ങളിൽ മോക്ക് പോൾ നടത്തേണ്ടതില്ല രണ്ടാമത്. അപ്പോൾ അത് നടത്തുക, അത് മിസ്റ്റേക്കാണ്. ഫോം 17C സമർപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അപൂർണമായ വിവരങ്ങളോടെ സമർപ്പിക്കുക. അനാവശ്യമായി മെഷീനുകൾ മാറ്റുക. ഉദാഹരണത്തിന് കേബിൾ കണക്ഷനുകൾ ശരിയല്ലാത്തത് കൊണ്ടുണ്ടായ തകരാറുകൾക്ക് പകരം മുഴുവനും മെഷീനും മാറ്റുക. അത്തരത്തിലുള്ള നടപടികൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. മറ്റൊന്ന്, വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം EVM VVPAT ബോക്സുകളിൽ അഡ്രസ് ടാഗുകൾ കെട്ടുകയോ സീൽ ചെയ്യുകയോ ചെയ്തില്ല. അതും ഒരു മിസ്റ്റേക്കാണ്. അടുത്തത്, മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തിയില്ല. മോക്ക് പോൾ കഴിഞ്ഞാലും ക്ലോസ് ബട്ടൺ അമർത്തണം. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞാലും ക്ലോസ് ബട്ടൺ അമർത്തണം. അപ്പോൾ ഈ ക്ലോസ് ബട്ടൺ എപ്പോഴും അമർത്തിയാൽ മാത്രമേ റിസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മോക്ക് പോൾ നടത്തിയതിന് ശേഷം ക്ലോസ് അമർത്തിയാലേ റിസൾട്ട് ബട്ടൺ ഞെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ ക്ലിയർ ബട്ടൺ അമർത്താൻ പറ്റുള്ളൂ. ഓക്കെ. കൺട്രോൾ യൂണിറ്റിലെ മോക്ക് പോൾ ഫലവും VVPAT പേപ്പർ സ്ലിപ്പുകളും തമ്മിൽ ഒത്തുനോക്കിയില്ല. അതും ഒരു മിസ്റ്റേക്കാണ്. അത് ഒത്തുനോക്കണം. അടുത്ത മിസ്റ്റേക്ക്, VVPAT-ൽ നിന്ന് മോക്ക് പോൾ പേപ്പർ സ്ലിപ്പുകൾ നീക്കം ചെയ്തില്ല. ഓക്കെ, അത് നീക്കം ചെയ്യേണ്ടതാണ് നിർബന്ധമായിട്ടും. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് മോക്ക് പോൾ വിവരങ്ങൾ മായ്ച്ചു കളഞ്ഞില്ല. ഡാറ്റ ഡിലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തില്ല. അങ്ങനെ നിർബന്ധമായിട്ട് അത് ചെയ്യാതിരിക്കരുത്, ചെയ്യണം. VVPAT നേരിട്ട് വെളിച്ചമടിക്കുന്ന രീതിയിൽ വെച്ചു. അതും ഒരു മിസ്റ്റേക്കാണ്. VVPAT നേരിട്ട് വെളിച്ചമടിക്കുന്നിടത്ത് വെക്കാൻ പാടില്ല. തുറന്നിട്ട ജനലിന് സമീപം VVPAT സ്ഥാപിച്ചു. അത് ചെയ്യാൻ പാടില്ല. തുറന്നിട്ട ജനലിന്റെ തൊട്ടടുത്ത് VVPAT വെക്കരുത്. ഇനി മോക്ക് പോൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഏജന്റുമാരെ മെഷീൻ നമ്പറുകൾ കാണിക്കണം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മിസ്റ്റേക്കുകളല്ല, യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. EVM VVPAT മെഷീനുകൾ തങ്ങൾക്ക് അനുവദിച്ച പോളിംഗ് സ്റ്റേഷൻ്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. EVM VVPAT മെഷീനുകൾ വീടുകളോ മറ്റ് അനധികൃതമായ സ്ഥലങ്ങളിലോ കൊണ്ടുപോയി വെക്കരുത്. അപ്പോൾ ഇവിടെ റൂമിൽ സൗകര്യമൊന്നുമില്ല, കുറച്ച് സേഫായിട്ട് തൊട്ടടുത്ത വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യരുത്. ബൂത്തിൽ നിന്ന് ഒരു സാധനം എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. VVPAT മെഷീൻ ഇടയ്ക്കിടെ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യരുത്. ഇത് ബാറ്ററി തീരുന്നതിനും പേപ്പർ റോൾ തകരാറിലാകുന്നതിനും കാരണമാകും. അടുത്തത്, മെഷീനുകൾ കേബിൾ വഴി കണക്ട് ചെയ്യുമ്പോഴും വിച്ഛേദിക്കുമ്പോഴും കൺട്രോൾ യൂണിറ്റ് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ കേബിൾ കണക്ഷൻ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ ആദ്യം വയർ വെച്ച് കേബിൾ കണക്ഷൻ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ഓഫ് ആയിരിക്കണം. കൺട്രോൾ യൂണിറ്റിൽ നിന്നും കേബിളുകൾ മാറ്റുമ്പോൾ ബാലറ്റ് യൂണിറ്റും VVPAT എന്നിവയുടെ വയറുകളിൽ വലിക്കരുത്. വയറുകൾ കൺട്രോൾ യൂണിറ്റിൽ നിന്നും. വിന്യാസ സമയത്ത് യാത്രക്കിടയിൽ VVPAT ഓൺ ചെയ്യരുത്. യാത്രക്കിടയിൽ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവ തമ്മിൽ കണക്ട് ചെയ്യരുത്. അടുത്തത്, മെഷീനുകൾ കൊണ്ടുപോകുമ്പോൾ VVPAT നോബ് വെർട്ടിക്കലായിട്ട്, അതായത് വർക്കിംഗ് മോഡിൽ വെക്കരുത്. കൊണ്ടുപോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അത്. ഈ VVPAT ഏറ്റവും വലിയ സെൻസിറ്റീവ്. അത് പിന്നെ ചലിക്കുന്ന ഒരവസരമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ നമ്മൾ VVPAT വെർട്ടിക്കലിൽ വെച്ചിട്ട് സീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മോക്ക് പോൾ കഴിഞ്ഞിട്ട് VVPATൻ്റെ നോബ് വെർട്ടിക്കലിൽ വെച്ചിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ യാതൊരു കാരണവശാലും അത് ഇളകുന്ന ഒരവസ്ഥയിലേക്ക് പോവണ്ട. VVPAT മെഷീൻ അത് മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ചലനങ്ങൾ അതിന് സംഭവിച്ചാൽ വെർട്ടിക്കലിലാണെങ്കിൽ പ്രശ്നമാവും. നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ തങ്ങരുത്. PROയ്ക്ക് മാത്രമാണ് പ്രത്യേകമായിട്ട് പറയുന്നത്.
അടുത്തത് ബാലറ്റിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വി വി പാറ്റ് എന്നിവയിലെ സീലുകൾ നിലവിൽ അവിടെയുള്ള സീലുകൾ ഒന്നും തന്നെ മാറ്റരുത്. അടുത്തത് അനുവദിച്ച വാഹനമല്ലാതെ മറ്റു വാഹനങ്ങളെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കരുത്. അടുത്തത് ഏജന്റുമാർ ആരും തന്നെ ഹാജരായില്ലെങ്കിൽ മോക്ക് പോൾ ആരംഭിക്കരുത്, 15 മിനിറ്റ് കാത്തിരിക്കുക. അടുത്തത് കുറഞ്ഞത് 50 വോട്ടുകളെങ്കിലും രേഖപ്പെടുത്താതെ മോക്ക് പോൾ നിർത്തരുത്, 50 വോട്ടെങ്കിലും മോക്ക് പോൾ ചെയ്യണം. അടുത്തത് ബാലറ്റിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വി വി പാറ്റ് എന്നിവ ഒരേ ടേബിളിൽ വെക്കരുത്. ബാലറ്റിംഗ് യൂണിറ്റും വി വി പാറ്റും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ തന്നെ വെക്കണം. അത് വെച്ചിട്ട് വേണം മോക്ക് പോൾ നടത്താൻ. അല്ലാതെ മോക്ക് പോൾ അല്ലേ എന്ന് വെച്ചിട്ട് മൂന്നും കൂടി അടുത്തടുത്ത് വെച്ചിട്ട് ചെയ്യരുത്. ഇനി മോക്ക് പോൾ സമയത്ത് നോട്ട ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചുരുങ്ങിയത് ഒരു വോട്ടെങ്കിലും ഒരാൾക്ക് കൊടുക്കുക. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനല്ല പറഞ്ഞത്. 50 വോട്ട് ചെയ്യുന്ന സമയം ആണെങ്കിൽ ഒരാൾക്ക് ഒരെണ്ണമെങ്കിലും കിട്ടിയിരിക്കണം, നോട്ടയ്ക്ക് ഉൾപ്പെടെ. അടുത്തത് മോക്ക് പോൾ പൂർത്തിയായ ശേഷം വി വി പാറ്റിനുള്ളിലെ പേപ്പർ സ്ലിപ്പുകൾ നീക്കം ചെയ്യാൻ മറക്കരുത്. അടുത്തത് യഥാർത്ഥ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കൺട്രോൾ യൂണിറ്റിലെ മോക്ക് പോൾ ഡാറ്റ മായ്ക്കാൻ മറക്കരുത്. അടുത്തത് മോക്ക് പോൾ സ്ലിപ്പുകളിൽ സീൽ പതിപ്പിക്കാതെ കറുത്ത കവറിൽ വെക്കരുത്. വി വി പാറ്റ് സ്ലിപ്പുകളിൽ എന്ത് പതിപ്പിക്കണം? സീല് പതിപ്പിക്കണം. മോക്ക് പോൾ സ്ലിപ്പ് എന്ന സീൽ അതിന്റെ പുറത്ത് പതിപ്പിക്കണം, പുറകിൽ. അതിനുശേഷം മാത്രമേ ഈ കറുത്ത കവറിൽ വെക്കാൻ പാടുള്ളൂ. അടുത്തത് മോക്ക് പോൾ സമയത്ത് ഇ വി എമ്മിലെ വോട്ടുകളുടെ എണ്ണവും വി വി പാറ്റ് സ്ലിപ്പുകളുടെ എണ്ണവും ഒത്തുനോക്കാൻ മറക്കരുത്. ഈ രണ്ടും ഒത്തുനോക്കണം. ഏത് സമയത്ത്? മോക്ക് പോൾ കഴിഞ്ഞാൽ. വി വി പാറ്റ് സ്ലിപ്പും കൺട്രോൾ യൂണിറ്റിലെ വോട്ട്സ് കാണിച്ച വോട്ടുകളുടെ എണ്ണവും തുല്യമായിരിക്കണം. അടുത്തത് മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന്റെ 1-ാം ഭാഗം പൂരിപ്പിക്കാൻ മറക്കരുത്. അതായത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് 1 പാർട്ട് 1 എന്ന് പറയുന്ന മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ആണ്. അത് പൂരിപ്പിക്കാൻ മറക്കരുത്. അടുത്തത് കൺട്രോൾ യൂണിറ്റിന്റെ റിസൾട്ട് സെക്ഷനും വി വി പാറ്റിന്റെ ഡ്രോപ്പ് ബോക്സും സീൽ ചെയ്തതിനും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിയതിനും ശേഷം മാത്രമേ യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കാവൂ. ഇപ്പൊ ഡ്രോപ്പ് ബോക്സ് സീൽ ചെയ്യണം, വി വി പാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് സീൽ ചെയ്യണം, സി യുവിന്റെ റിസൾട്ട് സെക്ഷൻ ഒക്കെ സീൽ ചെയ്തതിന് ശേഷം മാത്രമേ അത് ആ ബിഫോർ കമൻസ്മെന്റിന്റെ ഡിക്ലറേഷൻ ഒപ്പൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കാവൂ. മോക്ക് പോൾ സർട്ടിഫിക്കറ്റും റെഡി ആയിരിക്കണം. അതിലൊക്കെ പോളിംഗ് ഏജൻസ് ഒപ്പിടാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആ ഫോംസ് രണ്ടും പോളിംഗ് ഏജൻസിന്റെ ഒപ്പെല്ലാം വാങ്ങിയതിന് ശേഷം മാത്രമേ വോട്ടെടുപ്പ് ആരംഭിക്കാൻ പാടുള്ളൂ. അടുത്തത് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ പേപ്പർ നോബ് പ്രവർത്തിപ്പിക്കരുത്. പേപ്പർ നോബ് അറിയാലോ, വി വി പാറ്റിന്റെ പേപ്പർ നോബ് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിക്കോ മറിക്കോ ഒന്നും ചെയ്യാൻ പാടില്ല. അടുത്തത് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അടുത്തത് വോട്ടെടുപ്പ് നടക്കുമ്പോൾ വി വി പാറ്റ് മാത്രം മാറ്റേണ്ടി വന്നാൽ പുതിയതായി മോക്ക് പോൾ നടത്തേണ്ടതില്ല. വി വി പാറ്റിന്റെ റീപ്ലേസ്മെന്റിന് മോക്ക് പോൾ ആവശ്യമില്ല. അടുത്തത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വി വി പാറ്റിന് മുകളിലായി പ്രകാശം കൂടിയ ബൾബുകൾ തൂക്കരുത്. അടുത്തത് ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വി വി പാറ്റ് എന്നിവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴോ വിച്ഛേദിക്കുമ്പോഴോ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യരുത്. മനസ്സിലായല്ലോ? ബാലറ്റിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വി വി പാറ്റ് എന്നിവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴും വിച്ഛേദിക്കുമ്പോഴോ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യേണ്ടത് എപ്പോഴാണ്? എല്ലാം സെറ്റായതിന് ശേഷം മാത്രം. കണക്ഷൻ ഓക്കെ ആയിരിക്കണം. നമ്മൾ വി വി പാറ്റിന്റെ നോബ് വെർട്ടിക്കൽ ആക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഈ കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. 6. വി വി പാറ്റ് പേപ്പർ നോബ് ലോക്ക് ചെയ്ത നിലയിൽ ആയിരിക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യരുത്. യാതൊരു കാരണവശാലും വി വി പാറ്റ് മെഷീന്റെ നോബ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെച്ചുകൊണ്ട് കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യാൻ പാടില്ല. അടുത്തത് ബാലറ്റിംഗ് യൂണിറ്റ്, വി വി പാറ്റ് എന്നിവയുടെ കണക്റ്റിംഗ് കേബിളുകൾ ടേബിളിന്റെ കാലിൽ സുതാര്യമായ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാൻ മറക്കരുത്. ആ വയർ ഇങ്ങനെ വലിഞ്ഞു കിടന്നാൽ യാത്രയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കേബിളുകൾ വിച്ഛേദിക്കുമ്പോൾ കണക്ടറിന്റെ ഇരുവശത്തുമുള്ള ലാച്ചുകളിൽ അമർത്താൻ മറക്കരുത്. ഇപ്പൊ കേബിൾ ഊരുന്ന സമയത്ത് പിടിച്ചു വലിക്കരുതെന്നാണ് പറഞ്ഞത്. അതിന്റെ രണ്ട് സൈഡിലും, ഈ പ്ലഗിന്റെ രണ്ട് സൈഡിലും ലാച്ചുകളുണ്ട്. അത് അമർത്തിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ വളരെ സ്മൂത്ത് ആയിട്ട് കിട്ടും. അടുത്തത് മോക്ക് പോൾ പ്രക്രിയയിൽ കൺട്രോൾ യൂണിറ്റിലെ ഡാറ്റയും വി വി പാറ്റ് സ്ലിപ്പുകളും നീക്കം ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. കൺട്രോൾ യൂണിറ്റിലെ ഡാറ്റ ക്ലിയർ ചെയ്യണം. വി വി പാറ്റ് സ്ലിപ്പ് അവിടുന്ന് മാറ്റണം.
ബോക്സിൽ നിന്ന് എടുത്ത് കവറിലേക്ക് മാറ്റണം. ഇത് ഉറപ്പുവരുത്തണം. അടുത്തത്, നിരക്ഷരായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ പ്രിസൈഡിംഗ് ഓഫീസർ കയറാൻ പാടില്ല. ഇതിനായി കാർഡ്ബോർഡ് കൊണ്ടുള്ള ഡമ്മി ബാലറ്റ് യൂണിറ്റ് ഉപയോഗിക്കുക. അടുത്തത്, വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ EVM മെഷീനുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യരുത്. അടുത്തത്, വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വിവിപാറ്റ് ബോക്സിൽ സീൽ ചെയ്യുന്നതിന് മുമ്പ് അതിലെ ബാറ്ററി മാറ്റാൻ മറക്കരുത്. ഓർമ്മിക്കണം, വിവിപാറ്റ് ബോക്സ് വോട്ടെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വിവിപാറ്റ് ബോക്സ് കേസിൽ വെച്ച് സീൽ ചെയ്യുന്നതിന് മുമ്പ് അതിലെ ബാറ്ററി പവർ പാക്ക് മാറ്റാൻ മറക്കരുത്. പോളിംഗ് സാമഗ്രികൾ പോലീസിന്റെയോ മറ്റുള്ളവരുടെയോ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത്. സാർ ഇതൊന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് ചായ കുടിക്കാൻ പോകരുത്. ഞാൻ അതാ പറഞ്ഞ്, അവരുടെ കസ്റ്റഡിയിൽ മാത്രം വെച്ചിട്ട് നമ്മളുടെ ഒരു ഓഫീസർ, ഈ 4 പേരിൽ ഒരാൾ അവിടെ നിന്നിട്ട് മാത്രമേ എങ്ങോട്ടും ആൾക്കാർക്ക് കുളിക്കാനോ മറ്റ് ഭക്ഷണം കഴിക്കാനോ ഒക്കെ പോകാൻ പാടുള്ളൂ. പോലീസ് അല്ലേ, സേഫ് ആണല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ആരും പോകരുത്. അടുത്തത്, പോളിംഗ് ഏജന്റുമാരെ ഫോണുകളോ ക്യാമറകളോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കരുത്. അപ്പോൾ പോളിംഗ് ഏജന്റുമാർക്കും വോട്ട് ചെയ്യാൻ വരുന്നവർക്കും ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിബന്ധന. അത് കൃത്യമായിട്ട് പറയണം, അത് പാലിക്കണം. അത് ആദ്യമേ പറയണം. പോളിംഗ് ഏജന്റുമാർ ബൂത്തിലിരുന്ന് ഫോൺ വിളിക്കുകയോ അങ്ങനെയുള്ള പരിപാടി ഒന്നും നടക്കില്ല. ഫോൺ കൊണ്ടുവരരുതെന്ന. അടുത്തത്, വോട്ടർമാരെയും ഫോൺ, ക്യാമറ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. സാധാരണ വോട്ട് ചെയ്യാൻ വരുന്ന ആളിനും അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത്, പോളിംഗ് ജീവനക്കാരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാൻ ആരെയും അനുവദിക്കരുത്. പോളിംഗ് സ്റ്റേഷനുള്ളിൽ തീ കത്തിക്കാൻ ആരെയും അനുവദിക്കരുത്. ഒരു ഏജന്റിനെയും പോലീസ് സ്റ്റേഷനുള്ളിൽ വോട്ട് ചോദിക്കാൻ അനുവദിക്കരുത്. അടുത്തത്, പ്രചരണ സാമഗ്രികളോ വസ്ത്രങ്ങളോ ധരിച്ച് ആരെയും പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ ഏതെങ്കിലും ചിഹ്നങ്ങളോ അത്തരത്തിലുള്ള ഏതെങ്കിലും വസ്ത്രം ധരിച്ചിട്ടൊന്നും ആരെയും പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. പ്രസ് ഫോട്ടോഗ്രാഫർമാരെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കരുത്. തർക്കങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചോ വോട്ടിംഗ് രീതികളെക്കുറിച്ചോ ഏജന്റുമാരായി ചർച്ച ചെയ്യരുത്. അത് വളരെ പെട്ടെന്ന് നമ്മൾ അവരുമായിട്ടൊക്കെ സൗഹൃദമാവും. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതാകെ പിന്നെ ബുദ്ധിമുട്ടിലേക്ക് പോകും. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും പാടില്ല. സ്ഥാനാർത്ഥികളെയോ ഇലക്ഷൻ ഏജന്റുമാരെയോ തോക്കുധാരികളുമായോ അനുയായികളുമായോ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. സ്ഥാനാർത്ഥികളെ പോളിംഗ് സ്റ്റേഷനിലെ ഏത് വിധത്തിലും ഇലക്ഷൻ ഏജന്റുമാരും ആയാലും ശരി, അവരെ തോക്കുധാരികളുമായോ അനുയായികളുമായോ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ സന്ദർശനം ഒക്കെയാണ്, പക്ഷെ തോക്കുധാരിയോ അനുയായികളോ ഒക്കെ ആയിട്ട് കയറാൻ പാടില്ല. സന്ദർശനത്തിനെത്തുന്ന സ്ഥാനാർത്ഥികളോ ഇലക്ഷൻ ഏജന്റുമാരോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത്. ആവശ്യപ്പെടാതെ പോലീസിനെ പോളിംഗ് സ്റ്റേഷനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അനധികൃത വ്യക്തികളെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. ഒരു വോട്ടർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മറ്റാരെയും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ അനുവദിക്കരുത്. ഒരു ഏജന്റിനെയും സഹായിയായി പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. കമ്പാനിയനായിട്ട് ഏജന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ പാടില്ല. വോട്ടെടുപ്പ് അവസാനിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് ശേഷം ആരെയും ക്യൂവിൽ ചേരാൻ അനുവദിക്കരുത്. ധൃതി കാണിക്കരുത്. അമിതമായ ധൃതി തെറ്റുകൾക്ക് കാരണമാകും. ഇത്രയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. വെറുതെ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും. ഒരു ഏജന്റിനെയും കമ്പാനിയനായിട്ട് വെക്കാൻ പാടില്ല എന്നാ. അവിടെ ഇരിക്കുന്ന ഏജന്റ് പിന്നെ വോട്ടിന് സഹായിയായിട്ട് വരാൻ പാടില്ല. ഈ മന്ത്രിമാർ വന്നാൽ അവരെ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. ആവശ്യപ്പെടാതെ പോലീസിന് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശനമില്ല. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ടാവാം. അതൊന്ന് കേട്ടു നോക്കുക. ഓക്കെ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.